Hi all, welcome to StudyWinPSC. ഇന്ന് നടന്ന മാട്രൺ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഫോട്ടോഗ്രാഫർ എക്സാമിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9 സംഖ്യകളുടെ ശരാശരി 50 ആണ്. അതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 49ഉം അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 52ഉം ആയാൽ അഞ്ചാമത്തെ സംഖ്യ എത്ര? സൊല്യൂഷൻ. ഇവിടെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. 9 സംഖ്യകളുടെ ശരാശരി 50 ആണ്. അപ്പോൾ 9 സംഖ്യകളുടെ ടോട്ടൽ 9 × 50 450. അതായത് ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ്. അപ്പോൾ ടോട്ടൽ ആവറേജ് ഇൻറ്റു നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ ആവറേജ് ഇൻറ്റു നമ്പർ. ഓക്കെ, ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 49. അപ്പോൾ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 49 ആണെങ്കിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ടോട്ടൽ 4 × 49 196. 49 2 98, 98 2 196. ഓക്കെ, അപ്പോൾ 49 × 4 196. അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 52. അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി 52 ആണെങ്കിൽ അവസാനത്തെ 4 സംഖ്യകളുടെ ടോട്ടൽ 4 × 52 2 4 8 4 5 20 208 വരും. പിന്നെ അഞ്ചാമത്തെ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 9 സംഖ്യകളുടെ ശരാശരി തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെയും അവസാനത്തെ 4 സംഖ്യകളുടെയും ശരാശരി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം 9 സംഖ്യകളുടെ ടോട്ടലിൽ നിന്ന് ബാക്കി 8 സംഖ്യകളുടെ 4 4 8 സംഖ്യകളുടെ ടോട്ടൽ കുറച്ചാൽ അഞ്ചാമത്തെ സംഖ്യ എന്ന് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 9 സംഖ്യയുടെ ടോട്ടൽ 450 മൈനസ് ഇനി 4 4 8 സംഖ്യകളുടെ ടോട്ടൽ കുറയ്ക്കണം. 196 പ്ലസ് 208. അപ്പോൾ ഇവിടെ 450 മൈനസ് 196 പ്ലസ് 208. 6 8 14, 9 10 0 ശിഷ്ടം 1 2 1 3 1 4 404. ഇവിടെ 450 മൈനസ് 404 46. അഞ്ചാമത്തെ സംഖ്യ 46 ആണ്. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 14:9 26 ക്വസ്റ്റ്യൻ മാർക്ക്. സൊല്യൂഷൻ. 14:9 26 ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ 14 എങ്ങനെ 9 ആയി നോക്കാം. 14 9 ആയി. അതായത് ഈ 14 7 × 2 ആണ് 14. 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ 7 + 2 ചെയ്താൽ 9 ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ 26 എന്ത് വരുമെന്ന് കണ്ടുപിടിക്കാം. 26 ആകുമ്പം ഏതോ ഒരു സംഖ്യനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വേണം 26 കിട്ടാൻ. അപ്പോൾ ഇവിടെ 13 × 2 ആണ് 26. ഓക്കെ, അപ്പോൾ ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുന്നു. 13 + 2 15. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 15 ആണ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ അംശബന്ധം 4:5 അവയുടെ ലസാഗു 140 ആയാൽ വലിയ സംഖ്യ ഏത്? സൊല്യൂഷൻ. ഇങ്ങനെ ഒരു റേഷ്യോയും ലസാഗുവും തന്നിട്ട് വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് വലിയ സംഖ്യ ഈസ് ഈക്വൽ ടു ലസാഗു ഡിവൈഡഡ് ബൈ ചെറിയ റേഷ്യോ. വലിയ സംഖ്യ ഈസ് ഈക്വൽ ടു ലസാഗു ഡിവൈഡഡ് ബൈ ചെറിയ റേഷ്യോ. അപ്പോൾ ഇവിടെ റേഷ്യോ തന്നിരിക്കുന്ന റേഷ്യോ 4:5 ആണ്. ലസാഗു LCM 140 ആണ്.
ഇപ്പോൾ വലിയ സംഖ്യ ഈസ് ഈക്വൽ ടു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലെസ്സാഗു 140 ഡിവൈഡഡ് ബൈ ചെറിയ റേഷ്യോ 4:5 ചെറിയ റേഷ്യോ 4 അപ്പോൾ ഇവിടെ 140 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 35. 35 വലിയ സംഖ്യ. ആൻസർ ഓപ്ഷൻ എ. ഇനി ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ചെറിയ സംഖ്യ ഈസ് ഈക്വൽ ടു ലെസ്സാഗു ഡിവൈഡഡ് ബൈ വലിയ റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയ സംഖ്യ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ 140 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. അപ്പം 140 ഡിവൈഡ് ബൈ 5 28 ആയിരിക്കും ചെറിയ സംഖ്യ. ഓക്കെ. അടുത്ത ചോദ്യം വില കാണുക. 1.1 ക്യൂബ് മൈനസ് 0.9 ക്യൂബ് മൈനസ് 0.2 ക്യൂബ്. സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. 1.1 ക്യൂബ് മൈനസ് 0.9 ക്യൂബ് മൈനസ് 0.2 ക്യൂബ്. ഇവിടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ 1.1 ക്യൂബ് എന്ന് പറയുമ്പോൾ ആദ്യം 11ൻ്റെ ക്യൂബ് കണ്ടുപിടിക്കുക. ക്യൂബ് ആയതുകൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 3 അക്കം മാറ്റി ഒരു പോയിന്റ് ഇടുക. അപ്പോൾ ഇവിടെ 11ൻ്റെ ക്യൂബ് 1331 ആണ്. ക്യൂബ് ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 3 അക്കം മാറ്റി ഒരു പോയിന്റ് ഇട്ടു. അപ്പോൾ ഇത് 1.331 എന്നായി. 1.331 മൈനസ് 0.9 ക്യൂബാണ്. അപ്പം 9ൻ്റെ ക്യൂബ് 729 ആണ്. ക്യൂബ് ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 3 അക്കം മാറ്റി ഒരു പോയിന്റ് ഇടണം. അപ്പോൾ ഇത് 0.729 എന്ന് വരും. മൈനസ് ഇനി 0.2 ക്യൂബ്. 2ൻ്റെ ക്യൂബ് 8 ആണ്. ക്യൂബ് ആകുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന് 3 അക്കം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ ഇവിടെ 8 അക്കങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 2 0 കൊടുത്തു, പോയിന്റ് ഇട്ടു. അപ്പോൾ ഇത് 0.008 എന്നായി. ഓക്കെ. ഈസ് ഈക്വൽ ടു ഇനി 0.729 പ്ലസ് 0.008. അപ്പോൾ ഇവിടെ 8 9 17 2 1 3 7 0 7 0.737 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 1.331 മൈനസ് 0.737. 1.331 മൈനസ് 0.737. 7 4 11 4 4 9 13 8 5 13. അപ്പോൾ ഇത് 0.594 ആൻസർ. 0.594. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 3 8 13 എക്സെട്ര അപ് ടു 253 എന്ന സമാന്തര ശ്രേണിയുടെ അവസാന അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദം ഏതാണ്? സൊല്യൂഷൻ. ഇവിടെ തന്നിട്ടുള്ള സീരീസ് 3 8 13 എക്സെട്ര അപ് ടു 253. ഈ സീരീസിലെ അവസാന അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അവസാനത്തെ അക്കം ഈ 250 തുടങ്ങി പിന്നിലേക്ക് ഈ പുറകോട്ട് 20ാമത്തെ പദം ഏതാണെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ സീരീസ് നോക്കിക്കേ, ഇതൊരു സമാന്തര ശ്രേണിയാണ്. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷനുള്ള ഒരു സീരീസാണ്. അതായത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു സീരീസിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള സീരീസ് ആയിരിക്കും. ഇവിടെ കണ്ടോ, 3 5 8 8 5 13. അപ്പോൾ ഇവിടുത്തെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള സെയിം ആണ്. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഒരു സമാന്തര ശ്രേണിയിലെ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് an. എന്ത് ടേം? an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സമാന്തര ശ്രേണിയുടെ എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത് ടേം? an ഈസ് ഈക്വൽ ടു a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. a ആദ്യ പദം, n എന്ത് ടേം, ഡി കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് പിന്നിലേക്ക് 20ാമത്തെ പദമാണ്.
അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദം. അപ്പോൾ ഇവിടുത്തെ എ എന്തായിട്ട് വരും? ഇവിടുത്തെ എ എന്ന് പറയുന്നത് ആദ്യ പദമാണ്. പക്ഷെ ഇവിടെ അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഈ 253 എന്ന് പറയുന്നത് എന്ത് ടേം? എന്ന് പറയുന്നത് ഇവിടെ 20ാമത്തെ പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 20 കോമൺ ഡിഫറൻസ് ഡി. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് T2 മൈനസ് T1. അതായത് രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് ആദ്യത്തെ സംഖ്യ കുറയ്ക്കുന്നതായിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഈ സീരീസ് നോക്കിക്കേ, 253 കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 5 കോമൺ ഡിഫറൻസ്. കണ്ടോ, നമുക്ക് ഈ സീരീസ് കാണുമ്പോൾ അറിയാം 3, 8, 13 5 ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. T2 മൈനസ് T1 അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 253 തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാ? 248 ആയിരിക്കും. അപ്പോൾ ഇവിടെ T2 മൈനസ് T1 എന്ന് പറയുമ്പം 248 മൈനസ് 253. അപ്പോൾ എന്തായിരിക്കും? -5 ഈ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ കോമൺ ഡിഫറൻസ്. ഇവിടുത്തെ അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് നോക്കുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? -5. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. an അതായത് എന്ത് ടേം? 20ാമത്തെ പദം ഈസ് ഈക്വൽ ടു a 253 പ്ലസ് n-1 20 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് -5. അപ്പോൾ ഇത് 253 പ്ലസ് 19 ഇൻറ്റു -5. 253 19 ഇൻറ്റു -5 19 5 95. അപ്പോൾ -5 ആകുമ്പോൾ -95. അപ്പോൾ ഇത് 253 മൈനസ് 95 ഈസ് ഈക്വൽ ടു 158 ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, എയുടെ 50% ബിയുടെ 30% തുല്യമായാൽ എ ബി എന്നിവ തമ്മിലുള്ള അംശബന്ധം എത്ര? സൊല്യൂഷൻ, എയുടെ 50% അതായത് എ ഇൻറ്റു 100ൽ 50 ഈസ് ഈക്വൽ ടു ബിയുടെ 30% തുല്യം ബി ഇൻറ്റു 100ൽ 30. LHSലെയും RHSലെയും ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ 100 അങ്ങോട്ട് വെട്ടിപ്പോയി, ന്യൂമറേറ്റേഴ്സിലെ 0 കൂടെ അങ്ങോട്ട് വെട്ടാം. അപ്പോൾ ഇത് 5a ഈസ് ഈക്വൽ ടു 3b. എയും ബിയും തമ്മിലുള്ള അംശബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ a ബൈ ബി ഈസ് ഈക്വൽ ടു 3/5. a ബൈ ബി, a ഈസ് ടു ബി. a ബൈ ബി ഈസ് ഈക്വൽ ടു a ഈസ് ടു ബി ആണ്. അപ്പോൾ ഇവിടെ a ബൈ ബി, a ഈസ് ടു ബി ഈസ് ഈക്വൽ ടു 3/5 ആകുമ്പോൾ അത് 3:5. അപ്പോൾ a ഈസ് ടു ബി ഈസ് ഈക്വൽ ടു 3:5 ആണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ സമയം 10:10 കാണിക്കുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? സൊല്യൂഷൻ, കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h മൈനസ് 11/2 m. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സമയം 10:10. അപ്പോൾ ഇവിടെ h മണിക്കൂർ, m മിനിറ്റ്. അപ്പോൾ ഇവിടെ h 10 m 10. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 30 ഇൻറ്റു 10 മൈനസ് 11/2 ഇൻറ്റു 10. 30 ഇൻറ്റു 10 300 മൈനസ് 55 ഈസ് ഈക്വൽ ടു 245. 245 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 180ൽ കൂടുതലാണെങ്കിൽ അത് 360ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 360 മൈനസ് 245 ഈസ് ഈക്വൽ ടു 115 ഡിഗ്രിയാണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 4202, 5143, 6371, 7654. സൊല്യൂഷൻ,
ഒറ്റയാനെ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒരെണ്ണത്തിനൊഴികെ ബാക്കി എല്ലാ സംഖ്യകൾക്കും ഒരു കോമൺ ഫീച്ചർ ഉണ്ടായിരിക്കും. ഈ കോമൺ ഫീച്ചർ ഇല്ലാത്ത ആ ഒരു സംഖ്യയായിരിക്കും ഒറ്റയാൻ. അപ്പോൾ ഇവിടെ 4 സംഖ്യകളുണ്ട്, 3 എണ്ണത്തിനൊരു കോമൺ ഫീച്ചർ കാണും. കോമൺ ഫീച്ചർ ഇല്ലാത്ത ആ ഒരെണ്ണമായിരിക്കും ഒറ്റയാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ 4202, 5143, 6371, 7654. അപ്പോൾ ഇവിടെ ഈ സംഖ്യകൾ നോക്കിയിട്ട് എനിക്കിതിനകത്തുനിന്ന് ഒറ്റയാനെ എനിക്കൊരു ഉത്തരം കിട്ടി. പക്ഷേ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഉത്തരം വേറെയാണ്. അപ്പോൾ എനിക്കിത് നോക്കിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാനൊരു എൻ്റേതായ രീതിയിലെല്ലാം നോക്കി എനിക്കൊരു ഉത്തരം കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈം നമ്പറിൻ്റെ കാര്യം നോക്കി, ഏതെങ്കിലും സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു, സ്ക്വയർ ആണോ ക്യൂബാണോ ഇതൊന്നും നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ഉത്തരം ഏതാണെന്ന് ഞാൻ പറയാം. PSCയുടെ ഉത്തരം ഇവിടെ 5143 ഓപ്ഷൻ ഡി ആണ് പ്രൊവിഷണൽ ആൻസർ കീയിൽ. അപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞതുപോലെ ആ റൂൾ അങ്ങനെയാണ്, ഒറ്റയാനെ കണ്ടുപിടിക്കാനുള്ള റൂൾ അങ്ങനെയാണ്. പക്ഷെ ചില കേസിൽ മാത്രം, ചില റെയർ കേസിൽ മാത്രം തന്നിരിക്കുന്ന സംഖ്യകളിൽ വ്യത്യസ്തമായിട്ട് ഉള്ളതായിരിക്കും ഒറ്റയാൻ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഞാൻ ആ പറഞ്ഞ റൂള് വെച്ചിട്ട് ഒറ്റയാനെ കണ്ടുപിടിക്കാൻ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ തന്നിരിക്കുന്ന ഈ 4 സംഖ്യകളിൽ വ്യത്യസ്തമായ ഒരെണ്ണം, അങ്ങനെ നോക്കുമ്പം എനിക്ക് മനസ്സിലായത് 7654. അപ്പോൾ അതെനിക്ക് അങ്ങനെ തോന്നാൻ കാരണം ഈ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഈ ഡിജിറ്റ്സ് ഉണ്ട്. സംഖ്യകളിലെ ഡിജിറ്റ്സിൽ 7654 മാത്രം ഡിസെൻഡിങ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. അതായത് അവരോഹണ ക്രമത്തിലെ ഈ ഡിജിറ്റ്സ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 7, 6, 5, 4 അവരോഹണ ക്രമത്തിലല്ലേ, വലുതിൽ നിന്ന് ചെറുതിലോട്ട് 7, 6, 5, 4. പക്ഷെ ബാക്കിയുള്ള സംഖ്യകളിലെ ഡിജിറ്റ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഡർലെസ് ആയിട്ടാണ് കിടക്കുന്നത്. ഓർഡർലെസ് ആയിട്ടാണ് 4202, 5143, 6371. ഇതിനകത്തുള്ള ഡിജിറ്റ്സ് എല്ലാം ഓർഡർലെസ് ആയിട്ടാണ്. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ 7654 മാത്രം ഡിസെൻഡിങ് ഓർഡറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഉത്തരം 7654 പക്ഷേ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ 5143. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണ് കിട്ടിയെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, ഒരു ജോലി പൂർത്തിയാക്കാൻ Aക്ക് 40 ദിവസം വേണം. അതേ ജോലി Aയും Bയും ഒരുമിച്ച് ചെയ്തു തീർക്കുവാൻ 8 ദിവസം മതി. എങ്കിൽ ആ ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നതിന് Bക്ക് എത്ര ദിവസം വേണം? സൊല്യൂഷൻ: Aയ്ക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ 40 ദിവസം വേണം. അതേ ജോലി Aയും Bയും ഒരുമിച്ച് ചെയ്തു തീർക്കുവാൻ 8 ദിവസം മതി. എങ്കിൽ ആ ജോലി B ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നതിന് Bക്ക് എത്ര ദിവസം വേണമെന്നാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2 പേര് ഒരുമിച്ച് ഒരു ജോലി ചെയ്യാൻ എടുക്കുന്ന സമയവും അതിൽ ഒരാൾ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്തു തീർക്കുന്ന സമയവും തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ട് മറ്റേ ആൾക്ക് ആ ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം, ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് XY ഡിവൈഡഡ് ബൈ X മൈനസ് Y. അപ്പോൾ ഇവിടെ A ഒരു ജോലി X ദിവസം കൊണ്ടും അതേ ജോലി തന്നെ Aയും Bയും ചേർന്ന് Y ദിവസം കൊണ്ടും ചെയ്തു തീർക്കുകയാണെങ്കിൽ B ആ ജോലി ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ എടുക്കുന്ന സമയം XY ബൈ X മൈനസ് Y ആയിരിക്കും. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 40 × 8 ഡിവൈഡഡ് ബൈ 40 മൈനസ് 8. 40 × 8 ഡിവൈഡഡ് ബൈ 40 മൈനസ് 8 32. 8 4 32, 4 10 40. ഓപ്ഷൻ എ 10 ദിവസമാണ്. ബിക്ക് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നതിന് 10 ദിവസം വേണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, R = 9, N = 13, ബസ് = 39 ആയാൽ PSC = ഡാഷ്. സൊല്യൂഷൻ:
R is equal to 9, N is equal to 13, ബസ് is equal to 39 ആയാൽ PSC is equal to ഡാഷ്. അപ്പോൾ ഇതുപോലെ PSC എന്താ വരുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ റിവേഴ്സ് ഓർഡറിലുള്ള പൊസിഷൻസ് വെച്ചിട്ടാണ്. പൊസിഷൻസ് ആഡ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. പൊസിഷൻസും അത് ആഡ് ചെയ്ത് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ റിവേഴ്സ് ഓർഡറിലുള്ള പൊസിഷൻ അറിയാവുന്നവർക്ക് ഇത് പെട്ടെന്ന് തന്നെ കാണുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ A to Z വരെ ഇതാണെങ്കിൽ ഓർഡറാണ്. അതായത് A ഒന്നാമത് വരും, Z 26ാമത്തെ പൊസിഷനിൽ വരും. ഇനി റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പം ഇവിടെ റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ A 26ാമത് വരും, Z ഒന്നാമത് വരും. അപ്പോൾ ഈ പൊസിഷൻ ഈ റിവേഴ്സ് ഓർഡറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ റിവേഴ്സ് ഓർഡറിൻ്റെ പൊസിഷൻ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ ഒരു കോഡുണ്ട്. കോഡ് ഇതാണ്: BGLQV 25 20 25 20 15 10 5. അതായത് B 25ാമത്തെ പൊസിഷനിൽ G 20, L 15, Q 10, V 5. അപ്പം നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക: BGLQV 25 20 15 10 5 എന്ന്. ഓക്കെ. അപ്പം ഇവിടെ 6 9 എന്നാണ് തന്നിട്ടുള്ളത്. 6 9 ഇവിടെ Q 10 ആണല്ലോ. Q 10 ആവുമ്പോൾ എന്തായാലും ഇവിടെ എന്താണ് 6 ആയിരിക്കും 9. ഈ Q 10 10 ആവുമ്പോൾ ഇവിടെ എന്താണ് 6 9 ഈ കോഡിനകത്ത് മനസ്സിലായി. അപ്പോൾ ഇത് 6 9. അപ്പോൾ ഇത് റിവേഴ്സ് ഓർഡറിലാണ്, അങ്ങനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 6 9. ഓക്കെ. N 13. ഇവിടെ നോക്കിക്കേ, L 15. L 15 ആവുമ്പോൾ M N. അപ്പം M 14, N 13. ഓക്കെ. അപ്പോൾ റിവേഴ്സ് ഓർഡറിൽ എന്താ N 13ാമതാണ്. അപ്പോൾ N 13 കണ്ടപ്പോഴേ മനസ്സിലായത് റിവേഴ്സ് ഓർഡറിലാണ്. ഓക്കെ. ഇനി ബസ് നോക്കിക്കേ. ബസ് ഈ ബസ് 39. ഈ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്തേക്കുവാണേ. അതായത് B കണ്ടോ, B 25 U എന്ന് പറയുന്നത് ഇവിടെ V 5. V 5 ആകുമ്പോൾ U എന്തായിരിക്കും? U 6 ആയിരിക്കും. ഓക്കെ. 25 U 6. S UV U 6 വരും. S QRS. ഓക്കെ. 6 9 ആകുമ്പോൾ S എത്രയാണ്? S 8 ആണ്. ഓക്കെ. പിന്നെ ഈ പൊസിഷൻ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ BUS B 25 U 6 S 8. 25 + 6 + 8 25 6 31 31 8 39. അപ്പോൾ ഈ റിവേഴ്സ് ഓർഡറിൽ പൊസിഷൻസ് ആഡ് ചെയ്തപ്പോഴാണ് ബസ് കിട്ടിയത്. അതുപോലെ ഈ PSCയുടെ റിവേഴ്സ് ഓർഡറിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്താൽ PSC എന്താണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ P വരുന്നത് NOPQ അല്ലേ വരേണ്ടത്. അപ്പോൾ PQ ആകുമ്പോൾ P വരുന്നത് Q 10. അപ്പോൾ P വരുന്നത് എന്തായിരിക്കും? P ഇവിടെ 11 ആയിരിക്കും. Pയുടെ പൊസിഷൻ റിവേഴ്സ് ഓർഡറിൽ 11. Sൻ്റെ പൊസിഷൻ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നല്ലോ. S 8 ആണ്. B 25 ആകുമ്പോൾ C എത്രയാണ്? C 24 ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ PSCയുടെ റിവേഴ്സ് ഓർഡറിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് 11 + 8 + 24 24 8 32 32ഉം 11ഉം 43 ആണ് ആൻസർ. ഓപ്ഷൻ C. ഓക്കെ. നിങ്ങൾക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പ്രൊവിഷണൽ ആൻസർ കീ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ഓവറോൾ ഈ എക്സാം കുറച്ച് നല്ല ടഫായിരുന്നു അല്ലേ? മൊത്തത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ടഫായിരുന്നോ? ഈസി ആയിരുന്നോ? അതോ വലിയ കുഴപ്പമില്ലാതെ മോഡറേറ്റ് ലെവലായിരുന്നോ? ഓക്കെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ. താങ്ക്